അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ,
ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഒപ്പിടുന്ന കടലാസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നീ തന്നെയായിരിക്കണേ കർത്താവ് മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത്. നിന്നെ ഒരു മണ്ണുകളുടെ ഇടയില്ല ഒരു മനുഷ്യൻ. കർത്താവ്, നീ ഇന്ന് വിജയശീലാളതിനായി തിരിച്ച് നിൻ്റെ ഭവനത്തിലേക്ക് നീ തിരിച്ചു വരും. നിൻ്റെ ശത്രുക്കൾ നിനക്ക് മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്നതിന് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പ്രവർത്തിക്കാൻ മാതാവിൻ്റെ മധ്യസ്ഥം നിനക്കുണ്ടാവും. Lord Jesus Christ, pour out His Spirit, touch with the fire of finger, soak with the precious blood and authority of the Catholic Church. കർത്താവ്, ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ, ശരീരത്തിൻ്റെ സ്രാവങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കാൻ പോകുന്നവർ, അവർ സുബോധർക്കമായ സന്ദേശം കിട്ടിക്കൊണ്ട് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ കർത്താവേ. Lord Jesus Christ, pour out His Spirit, touch with the fire of finger, soak with the precious blood. ഈ രണ്ട് ഉടമസ്ഥരെ ഞാൻ അവതരിപ്പിച്ചായിരുന്നു ഈ ദിവസങ്ങളിൽ, ഈ സമയത്ത്. എന്തൊക്കെയാണ്? ഒന്ന് യേശു, ഒന്ന് ജോബും. ജോബിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനെ കണ്ടോ? ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. യേശുവിനും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇത് രണ്ടും ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും. അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ, ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും, ജോബും അതുപോലെ തന്നെ ഈശോയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും. ദൈവം ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല, ഓണർഷിപ്പ് സമ്മതിക്കില്ല. അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ്. ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം, വെടി വേണേൽ പെടി കൊടുക്കാം, പുക വേണേൽ പുക കൊടുക്കാം, പൂ വേണേൽ പൂ കൊടുക്കാം, തിരി വേണേൽ തിരി കൊടുക്കാം. എന്നിട്ട് ദൈവത്തിന് അടിച്ചു മാറ്റാവുന്ന ഇങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്തജീവികൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാനത ഓണർഷിപ്പിലേക്ക് വരത്തില്ല. ഓണർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിഡ്ഢിയാനും ബുദ്ധിമാനെന്ന് പറയണത്. ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും. ബുദ്ധിമാനായ എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട്. തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ ഏറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിന് ആ പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ്. ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത്. എന്താണ് പ്രലോഭനത്തെ പറയണത്? എന്താണ് ഈശോയുടെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 4:3. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. കണ്ടാ, ഈശോയോട് എന്താ, ഇവൻ ദൈവപുത്രനാണെന്നല്ല നേരത്തെ പറഞ്ഞത്. അതാണ് ഇപ്പം വീണ്ടും ക്വസ്റ്റബിൾ ആയിരിക്കണത്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലമാണിത്. എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞു? പരമപിതാവ് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റാറ്റസ് ബ്രാൻഡഡായി. എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദം ഉണ്ടാവും. ദൈവത്തിൽ എനിക്കും ഉണ്ടാവും, നിനക്കും ഉണ്ടാവും. നിൻ്റെ സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് അങ്ങനെ നിൽക്കത്തില്ല. ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എന്താ, പ്രൈസ് എന്താണ്, അത് നമുക്ക് കൊടുക്കേണ്ടി വരും. ആദ്യം തന്നെ അമ്മ മാതാവിനും ദൈവകുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ആര്യ ഉണ്ണി. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 16-നാണ്. എൻ്റെ അമ്മ മുൻപേ തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അനുജത്തിക്ക് ഒരു മാർച്ച് മാസം തൊട്ട് മെയ് മാസം തൊട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ആദ്യമൊന്നും അധികം കാര്യമാക്കിയില്ല. ഞാൻ ആ സമയത്ത് ചെന്നൈയിൽ അപ്പോളയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
ഞാൻ വന്നതിന് ശേഷം അവളുടെ മുടി കൊഴിച്ചിൽ ഒരുപാട് തീവ്രമാവുകയും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് വളരെ മുടി കൊഴിച്ചിൽ ഇനി മുടി നന്നായി കൊഴിയുകയും ഫുൾ മുടി പോവുകയും ഇനി മുടി വളരാൻ സാധ്യത കുറവാണെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയത്ത് വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നു പോയത്. എനിക്ക് ആ സമയത്ത് ഒരു എക്സാം കൂടി ഉണ്ടായിരുന്നു. ആ പ്രിപ്പറേഷനിലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ ഉടമ്പടി എടുക്കാം അമ്മ, ഉടമ്പടി എടുത്താൽ മാതാവ് ഉറപ്പായിട്ടും അത് സാധിച്ചു തരും. ആർച്ചയുടെ കാര്യം തന്നെ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇവിടെ വന്നപ്പം കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കരയുമായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ചെന്നൈയിൽ തിരിച്ചു പോയി. ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ വിഷമം, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി തൈല് എൻ്റെ അനീജത്തിക്ക് മുടിയുടെ ഭാഗത്തൊന്നും എനിക്ക് തൊട്ട് കൊടുക്കാൻ പറ്റിയില്ല. കാരണം ആ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി അവളുടെ മുടി ഫുള്ള് കൊഴിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ അമ്മയെടുത്ത് പറയും, അമ്മ മാതാവ് ഞാനിവിടെ ഉടമ്പടി തൈല് ഞാൻ കഴുത്തിൽ ഞാൻ പുരട്ടുന്നുണ്ട്, അവളുടെ തലയിൽ ഞാൻ പുരട്ടുന്ന പോലെ ഞാൻ എന്നിൽ തന്നെ പുരട്ടുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവൾക്ക് പുരട്ടി കൊടുക്കുമായിരുന്നു. ഒരു 2 മാസം എനിക്ക് ആ സമയത്ത് എക്സാം ഉണ്ടായിരുന്നു. എക്സാം പ്രിപ്പറേഷന് എനിക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. കാരണം എക്സാമിന് പഠിക്കുകയും വേണം, ആ സമയത്ത് തന്നെ ജോലിക്ക് പോവുകയും വേണം. അത് എനിക്കൊരു വിഷമമായിരുന്നു. ദൈവം എനിക്കറിഞ്ഞു തന്നെ പെട്ടെന്ന് തന്നെ അതൊരു വളരെയധികം ഒരു അത്ഭുതം തന്നെയാണ്. കാരണം പെട്ടെന്നൊരു ജോലി ഞാൻ ചെന്ന് എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ ഇൻ്റർവ്യൂവിന് കയറ്റി. ഒരു 10 പേരുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന്. അതിലൊരു 2 പേരെ മാത്രമേ സെലക്ട് ചെയ്തോളൂ. അവർ പെട്ടെന്ന് തന്നെ എന്നെ സെലക്ട് ചെയ്തു. ഞാൻ ആഗ്രഹിച്ചതിലധികം ശമ്പളവും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല വർക്കിംഗ് അവേഴ്സ് ആയിരുന്നു. എനിക്ക് ആ ജോലി ചെയ്തിട്ട് വന്നിട്ട് പഠിക്കാനൊക്കെ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമായിരുന്നു. കാരണം ആ സമയത്ത് നാട്ടിൽ നിന്ന് എൻ്റെ അനുജത്തിയുടെ മുടി കൊഴിയുന്ന കണ്ടുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഞാൻ ചെന്നൈയിൽ പോയി. കാരണം എനിക്ക് ആ എക്സാം പാസ്സാവണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുപോയി എൻ്റെ പാസ്പോർട്ടിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഉള്ളിൽ എനിക്ക് കാശിരൂപം ഒന്നും കൊണ്ടുപോകും. ഞാൻ കാശിരൂപം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാം ഹാളിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ മാതാവിൻ്റെ കാശിരൂപം കയ്യിൽ തന്നെ വെച്ചായിരുന്നു. ഉപ്പ് ഞാൻ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉള്ളിൽ ചെന്നിട്ട് ഞാൻ എക്സാം എഴുതി. എക്സാമിൽ എനിക്ക് നല്ല മാർക്കോടെ പാസ്സാവാൻ കഴിഞ്ഞു. പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു, ആർച്ചയുടെ മുടി നന്നായിട്ട് വളർന്നു. അപ്പം ഞാനിവിടെ ചെന്നൈ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മ പറയുന്നതാണ് ഞാൻ വിചാരിച്ച. ഒരിക്കൽ എൻ്റെ അനിയത്തി എന്നെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ മുടിയെല്ലാം വളർന്നു. കാരണം ഡോക്ടറൊക്കെ പറഞ്ഞത് മുടി ഇനി വളരത്തില്ല, വളർന്നാലും പിന്നെയും കൊഴിഞ്ഞു പോകുമെന്നൊക്കെയായിരുന്നു പറഞ്ഞു. എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചു പോകാൻ ആ പ്രോസസ്സിങ് എല്ലാം ഒന്ന് പെട്ടെന്ന് റെഡി ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ വിദേശത്ത് പോകണം മാതാവേ, സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഒരുപാട് സമയമെടുത്ത പ്രോസസ്സിങ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മാതാവ് ഒരു 2 മാസം പോലും ആയില്ല. 1 മാസം കൊണ്ട് എക്സാം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ പ്രോസസ്സിങ് എല്ലാം റെഡിയായി. ഈ ഒക്ടോബർ 18-നാണ് എനിക്ക് ഫ്ലൈറ്റ്. ഇനി ഒരുപാട് ഞാൻ 3 മാസം ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ എല്ലാ നിയോഗങ്ങളും എനിക്ക് എൻ്റെ മാതാവ് നടത്തി തന്നു. എനിക്ക് ഏറ്റവും വിഷമം എൻ്റെ അനിയത്തിയുടെ കാര്യത്തിലായിരുന്നു. അവളുടെ മുടി വളർന്നതിൽ എനിക്ക് ഏറ്റവും വലിയ നന്ദി എൻ്റെ മാതാവിനോട്. ഞാൻ അവിടെ തന്നെ എല്ലാ ദിവസവും എൻ്റെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ മലയാളികളായിരുന്നു കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് ആർക്കും അധികം അറിയത്തില്ല. ഞാൻ ഈ പത്രം അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ, ആണോ ഇത് എവിടെയാണ് മോളെ, എവിടെയാണ്, ആലപ്പുഴ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുമായിരുന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. വിശ്വാസ പ്രമാണം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തും ഞാൻ എൻ്റെ പേഷ്യൻസൊക്കെ ഇങ്ങനെ വേദനയാ സിസ്റ്ററെ, അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുമ്പം ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലും. ഞാൻ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടൊക്കെ ഞാൻ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ പറയുമായിരുന്നു, അധികം വേദനയൊന്നും ഇല്ല സിസ്റ്ററെ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരുണ്യ പ്രവർത്തനം എല്ലാ ബുധനാഴ്ചയിലും ചെന്നൈയിലൊരു
സ്ഥലമുണ്ട്, ഒരു ബീച്ച് പോലെ. അവിടെ കാല് വയ്യാത്തവരൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പൈസയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാത്തിനും അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ 21/5/23 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യം വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ഉടമ്പടിക്ക് വരുന്നത്. പക്ഷേ എനിക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് വേഗം പോകുമായിരുന്നു. ഉടമ്പടിക്ക് ഇവിടെ വന്ന് ഞാൻ ആ ഒരു ദിവസം ആദ്യം തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാൻ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു. കാരണം എപ്പോഴും യൂറിൻ പൊയ്ക്കൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ ഇവിടുന്ന് ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്ത് എനിക്കിപ്പോൾ അത് നിശേഷമായി മാറി. പിന്നെ രണ്ടാമത്തത്, ഞാൻ ശ്വാസം മുട്ടൽ അനുഭവിക്കുമായിരുന്നു. ഞാൻ ഇൻഹേലർ വലിക്കുന്നതായിരുന്നു. പക്ഷേ 1.5 കൊല്ലം ഞാൻ ശ്വാസം മുട്ടിന് മരുന്നും കഴിച്ചുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല, ഞാനത് വലിക്കുന്നതുമില്ല. അത് നിശേഷം എനിക്ക് മാറ്റിത്തന്ന്. പിന്നെ എനിക്ക് ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളും വിഷമങ്ങളും മാനസികമായിട്ട് സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് അമ്മ മാതാവ് മാറ്റിത്തന്ന്. പിന്നെ എൻ്റെ ഈ മകളുടെ കാര്യത്തിൽ തന്നെ ആയാലും ഞാൻ ഒരുപാട് വിഷമിച്ച്. പക്ഷേ മൂത്ത ആൾ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് സങ്കടങ്ങൾ എനിക്കുണ്ടായിരുന്നു ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ. മെയ് 22 ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ആശുപത്രിയിൽ ഇതിനു വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ മോളുടെ തലയിൽ ഉപ്പ് മോൾ ഉപയോഗിച്ചത് തന്നെ ഞാൻ വീട്ടിലിരുന്ന്, മോൾ ചെന്നൈയിലാണ്, അത് മോൾ സ്വന്തമായിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ വീട്ടിലിരുന്ന് ഞാനത് മോൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത്. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് മുടി വളരാൻ പാടായിരിക്കും, മുടി കിളിച്ച് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മോളുടെ മുടി നിശേഷം മാറി. പിന്നെ എനിക്ക് ശ്വാസം മുട്ടിന് ഞാൻ മാറാൻ വേണ്ടി ഉപയോഗിച്ചത് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ തേൻ യൂസ് ചെയ്തതിന് ശേഷം. പക്ഷേ അതുകൊണ്ട് ഞാൻ എപ്പോൾ ഉടമ്പടിക്ക് ഇവിടെ വന്നാലും 3 മാസത്തേക്ക് 5 കുപ്പി തേൻ കൊണ്ടുപോകും. കാരണം അത് ഒരു ദിവസം എനിക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും വെപ്രാളമാണ്. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്ത് തന്നെ എനിക്ക് ആ അസുഖം മാറിയെന്ന് പൂർണ്ണമായിട്ട് ഞാൻ തേൻ ഉപയോഗിച്ച് തന്നെ എൻ്റെ ഈ ശ്വാസം മുട്ടും ഈ യൂറിൻ്റെ കാര്യവും എനിക്ക് മാറിയത്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് കിണർ എല്ലാവരും പറഞ്ഞ് സ്ഥലമില്ല, നിങ്ങൾക്ക് കിണറിന് സ്ഥാനമില്ല, നിങ്ങൾക്ക് ഇനി വെള്ളം കിട്ടാൻ യാതൊരുവിധ വഴിയും കാണുന്നില്ല. അങ്ങ് കൊറോണയ്ക്ക് മുമ്പേ ഞാൻ ഈ കിണറിന് വേണ്ടിയാണ് പരിശ്രമിച്ചത്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് കിണറിന് ഒരു സ്ഥാനമില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉപ്പും ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിൽ, എനിക്ക് അവിടെയുള്ള സ്ഥലം, അവിടെ ഞാൻ ഒഴിച്ചിട്ട് പ്രാർത്ഥിച്ച്, എനിക്കിവിടെ ഒരു കുഴൽക്കിണറിനെങ്കിലും അമ്മ എനിക്കൊരു സ്ഥാനം തരണം, എനിക്ക് വെള്ളമാണ് വേണ്ടുന്നത്. അങ്ങനെ ഞാൻ കുഴൽക്കിണറുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കുട്ടി ഇവിടെ ഒരു സ്ഥാനം കാണുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ കുഴൽക്കിണർ കുഴിക്കാം. അങ്ങനെ കുഴൽക്കിണർ കുഴിച്ച് അവിടുത്തെ ആ വെള്ളമാണ് ഇപ്പോൾ ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്തിരുന്ന നല്ല വെള്ളവുമാണ്. എനിക്ക് അതിൽ വലിയ ഒരുപാട് നന്ദി അമ്മയെടുത്ത് പറയാനും ഉണ്ട്. പിന്നെ എൻ്റെ മോളുടെ വിദേശത്ത് പോകുന്ന കാര്യം എനിക്ക് അതും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മ മാതാവ് അതും നേടി. മോള് ഒക്ടോബർ 18 എൻ്റെ മോൾക്ക് പോവാൻ. ശനിയാഴ്ച രാത്രിയിൽ 9 മണിക്ക് ഫ്ലൈറ്റ്. പിന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയ്ക്ക് മുന്നിൽ ഇവിടെ നിൽക്കുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പൂർത്തിയാക്കുന്നു. എൻ്റെ പേര് മിന്നു ജോർജ്. എൻ്റെ ഇടവക ഫാത്തിമ മാതാ ചർച്ച് പെരുമ്പുന്ന, കണ്ണൂർ ജില്ലയിലാണ് വീട്. ഈ അൾത്താരയിൽ തിരുക്കുമാരൻ്റെയും അമ്മ മാതാവിൻ്റെ മുൻപിൽ ഈ പാപിയ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചത് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും കന്യകാമറിയത്തിൻ്റെയും തിരുക്കുമാരൻ്റെയും സാന്നിധ്യമുള്ള ഒരുപാട് പേർക്ക് അത്ഭുതം ലഭിച്ച ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ 2023 ജൂൺ 27 നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് മാതാവ് എന്നെക്കൊണ്ട് തോന്നിക്കുകയാണ്, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവിന് സമർപ്പിക്ക്, എല്ലാ കാര്യവും ശരിയാകുമെന്ന്. ഞാൻ കുവൈറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി. ഞാൻ അവിടുന്ന് ട്രെയിൻ പിടിച്ച് ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും പപ്പയും കൂടെ ഇവിടെ മാമാരിക്കുളത്ത് ട്രെയിനിൽ വന്നിറങ്ങി. എനിക്കറിയില്ല എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയോ സഹായത്താൽ
ഒരു ചേച്ചി എന്നെ സഹായിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. അന്ന് ഞാനിവിടെ ഒത്തിരി ഞങ്ങൾ വേദനിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് 30 വർഷമായിട്ട് ഭവനം ഇല്ലായിരുന്നു. അതിൻ്റെ ഒത്തിരി കണ്ണീരും വേദനയും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു ഭവനം ലഭിക്കാനായിട്ട്. ആദ്യമായിട്ട് ഞാൻ വെച്ചതും ഭവനം ലഭിക്കുമെന്നുള്ളൊരു നിയോഗമായിരുന്നു. എൻ്റെ വീടിനെ തറക്കല്ലിട്ടത് ഒക്ടോബർ 7, 2023 2 വർഷം മുൻപെയാണ്. ഇന്ന് ഈ ദിവസം ഒക്ടോബർ 7, 2025 എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചത് തന്നെ മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം മൂലമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണുനീര് വീണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചത് എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഇന്ന് ഭവനം പണിത് സുഖമായി സമാധാനത്തോടെ ജീവിക്കുന്നത്. സമാധാനമില്ലാത്തൊരവസ്ഥയായിരുന്നു. അമ്മ മാതാവിൻ്റെ കൃപയാൽ ഇപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു. ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാനസികമായ വ്യഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എൻ്റെ മാതാവ് ഞങ്ങളെ ഉയർത്തി ഈ തിരുനടയിൽ നിർത്തി ഞങ്ങൾക്കൊരു ഭവനം തന്നു. ആദ്യമായിട്ട് എൻ്റെ മാതാവിനെ നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ലഭിച്ച സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് 30 വയസ്സായി. 2-3 വർഷമായിട്ട് വിവാഹം നടക്കാത്ത ഭയങ്കര വിഷമമായിരുന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഭവനമില്ലാത്തതിൻ്റെ വിഷമമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നറിയില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ചെറുപ്പം തൊട്ട് നിത്യസഹായ മാതാവിൻ്റെ ഭയങ്കര പ്രാർത്ഥന ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് ഞാൻ ഒത്തിരി നൊവേനകളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ പ്രത്യേകമായ കാപ്പയ്ക്കുള്ളിനെ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവേ, അമ്മയുടെ തിരുക്കുമാരനെ തന്നെ എനിക്ക് ജീവിത പങ്കാളിയെ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ 2025 ഓഗസ്റ്റ് 28 എൻ്റെ വിവാഹമായിരുന്നു. മാതാവിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ യാത്രയിലായിരിക്കുമ്പം ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് മാതാവ് എന്നെ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുക. ഇങ്ങനെ ഒരു പ്രത്യേകമായ അട്രാക്ഷൻ ഉണ്ടായി. ആ പള്ളിയുടെ നടയിലാണ് എൻ്റെ വിവാഹം നടന്നത്. ആ പള്ളിയുടെ ഇടവകയിലേക്ക് ഒരു ഇടവാംഗമായിട്ട് എന്നെ മാതാവ് ക്ഷണിച്ചു. മാതാവിൻ്റെ പ്രസിദ്ധമായ ഒരു പള്ളിയിലേക്ക് മാതാവ് എന്നെ ക്ഷണിച്ചു. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. മൂന്നാമതായിട്ട് 2021 തൊട്ട് ഞാനൊരു നേഴ്സാണ്. ഏതൊരാളുടെ ആഗ്രഹമാണ് പുറത്ത് യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോയി ജോലി ചെയ്യണമെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ വീടൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. 2021 തൊട്ട് ഞാൻ OET പഠിക്കാൻ തുടങ്ങി. 2-3 പ്രാവശ്യം എഴുതി ചെറിയ ചെറിയ മാർക്കിന് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ദൈവമാതാവിൻ്റെ കൃപയാൽ എനിക്ക് കുവൈറ്റിൽ ജോലി കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തും ഒരു തവണ എഴുതി ചെറിയ മാർക്കിന് പോയി. അതെനിക്കറിയാം എന്തുകൊണ്ടാണ് പോയതെന്ന്. ഞാൻ വിശ്വസ്തപൂർവ്വം ഒന്നും അല്ല പാലിച്ചത്. ഞാൻ ഒരുപാട് ക്ഷമിക്കേണ്ട കുറേ ആളുകളുണ്ടായിരുന്നു. അവരോട് ക്ഷമിക്കാനോ വിശ്വസ്ത പോലെ ഉടമ്പടി പാലിക്കാനോ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എനിക്ക് 2-3 മാർക്കിന് ഞാനതിന് തോറ്റു. പിന്നെ എനിക്കറിയാം മാതാവ് എന്നെ രക്ഷിക്കും. നോട്ട് ബൈ, അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ ബട്ട് ബൈ ഗ്രേസ്, അനുഗ്രഹം മാതാവ് എന്നാലും തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 5ാമതൊരു അറ്റംപ്റ്റ് എഴുതി. അതിൽ മാതാവിൻ്റെ ഉപ്പ് പ്രത്യേകമായിട്ട് ഞാൻ മുഴുവൻ വെതറി. എൻ്റെ പോക്കറ്റിൽ ഞാൻ കരുതി അത് പാടില്ലാത്തതായിരുന്നു. എന്നാലും ഞാൻ മുഴുവൻ ഉപ്പ് 4 മൊഡ്യൂളിനെ മുഴുവൻ പേപ്പറെ മുഴുവൻ ഞാൻ വെതറി. സ്പീക്കിങ്ങിൻ്റെ മൊഡ്യൂളിൻ്റെ സമയത്ത് മേശയുടെ താഴെ മുഴുവൻ ഞാൻ ഇവിടുന്ന് കിട്ടി ഉപ്പ് മുഴുവൻ വെതറി. ഞാൻ കുറേ കഴിച്ചു. കാശുരൂപ മുറുകെ പിടിച്ചു. പിന്നെ ഞാൻ കുറേ അധികം ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓരോ പേപ്പറിലും ഓരോ പേജിലും ഞാനത് അപ്ലൈ ചെയ്തു. എൻ്റെ ദൈവാനുഗ്രഹത്തിന് റിസൾട്ട് എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. കാരണം എൻ്റെ അമ്മ മാതാവ് എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അധികം പഠിക്കാതെ തന്നെയാണ് പോയത്. മാതാവ് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ തവണ എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഒരു ചൊവ്വാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഉടമ്പടി ധ്യാനം കഴിയാതെ റിസൾട്ട് ഞാൻ എടുക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥന, അച്ഛൻ്റെ അനുഗ്രഹ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തപ്പം 4 മൊഡ്യൂളിനും ഫുൾ ബി സ്കോർ തന്ന മാതാവിനെ അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി. പിന്നെ ഞാൻ കുവൈറ്റിലായിരുന്നു, ഞാൻ നേഴ്സായിരുന്നത് കൊണ്ടും എനിക്ക് ഒരുപാട് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചില്ല. മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് രോഗികളെ ഞാൻ എൻ്റെ ഈശോയെ, എൻ്റെ തമ്പുരാനാണ്, എൻ്റെ അമ്മ മാതാവാണെന്ന് കരുതി ഞാൻ ഒരുപാട് ശുശ്രൂഷിച്ചു. എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപവും ഒരു കുരിശും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള സമയത്തിലാണെങ്കിലും ഞാൻ ഏഷ്യ 45:2 പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ കുരിശുരൂപം മുമ്പിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ മാതാവ് ഒരു ഭയവും ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വ്യക്തി ജീവിതത്തിലായാലും
ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ഒത്തിരി അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. വിശുദ്ധ കുർബാനയിലൊക്കെയാലും പകുതി സമയത്ത് വേറെ ചിന്തകളൊക്കെ വരുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ കുർബാന എങ്ങനെ യോഗ്യതയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ പഠിച്ചു. പിന്നെ മാതാവിനെയും ഈശോയും കൂടുതൽ അറിയാൻ സാധിച്ചു. ഞാൻ 10 വർഷം എടുത്താണ് ഒരു ബൈബിള് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വായിച്ചു തീർത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ 4 തവണ ബൈബിൾ വായിച്ച് തീർത്ത അതും തീക്ഷ്ണമായിട്ട് ബൈബിൾ ഓരോ ദിവസം 10ഉം 20ഉം അധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കർത്താവ് ഒരു കൃപ തന്നു. പിന്നെ എല്ലാ ദിവസവും 2 ജപമാലയെങ്കിലും ഞാൻ ചെല്ലാറുണ്ടായിരുന്നു. പിന്നെ വ്യക്തിജീവിതത്തിൽ ഞാൻ ഒരുപാട് പേര് കൃപാസനത്തിലെ അനുദിന ശുശ്രൂഷകളും ഇവിടുത്തെ ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും എന്നെ പരിഹസിച്ചിട്ടുണ്ട്, എപ്പോഴും പ്രാർത്ഥനയായിട്ട് നടന്നിട്ടും കണ്ണീര് മാറുന്നില്ലല്ലോ എന്ന്. കർത്താവ് തരുന്ന പരീക്ഷണത്തിലും എനിക്ക് ഒരു ദിവസം മാതാവ് എനിക്ക് ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ മാതാവാണ്. എനിക്ക് എല്ലാവരുടെ മുമ്പിൽ പറയാം. എന്നെ ഉപവസിച്ചതിനൊക്കെ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എൻ്റെ മാതാവ് എനിക്ക് കൃപ തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും മാതാവിലും ഈശോയിലും അടിയുറച്ച് ജീവിക്കുക. പിന്നെ നമുക്ക് ഇപ്പം ശുഭാപ്തി വിശ്വാസം കൈവിടാതെ എൻ്റെ മാതാവ് അല്ലെങ്കിൽ തിരുക്കുമാരൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുക. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ കാലുകുത്തി ആരെയും മാതാവ് രക്ഷിക്കാതെ പറഞ്ഞു വിടില്ല എന്നുറപ്പാണ്. അതിൻ്റെ തെളിവാണ് ഞങ്ങൾ ഇന്ന് ഈ ആൾത്താരയിൽ നിൽക്കുന്നത്. പിന്നെ പത്രപ്രവർത്തനമായാലും ഇവിടെ നിന്ന് കിട്ടിയ പത്രത്തിൽ ഞാൻ തേനും ഉപ്പും എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും തന്ന തിരുക്കുമാരനും പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരുപാട് നന്ദി. ഇനിയും സാക്ഷ്യം പറയാനായിട്ട് മാതാവ് എന്നെ ഉയർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവമേ നന്ദി. മാതാവിനും ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് ജോൺ, എൻ്റെ ഭാര്യ, എൻ്റെ വീട് കൂത്താട്ടോളം. എനിക്ക് മാതാവ് ആരാണ്, ഈശോ ആരാണ്, പിതാവ് ആരാണ്, അതായത് സ്വർഗസ്ഥനായ ദൈവം ആരാണെന്ന് ഒരു പിടിയില്ലായിരുന്നു. എനിക്ക് വേണ്ട വിധം ജീവിക്കാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത പിന്നെ ഒരു പ്രാർത്ഥന എനിക്ക് ഉള്ളിൽ കിട്ടി. മാതാവിനെ പറ്റി എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം എനിക്ക് കിട്ടി. അപ്പോൾ ഈ ബൈബിള് വായിക്കും, പക്ഷേ ചുമ്മാ വെറുതെ അങ്ങോട്ട് വായിച്ചിട്ട് കുറച്ചെടുത്ത് ഞാനെടുത്ത് വയ്ക്കും, പിന്നെ പോകും. പക്ഷേ ഒരു ദർശനം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. പക്ഷേ ഇതെനിക്ക് ഒരു കാഴ്ചപ്പാട് കിട്ടി. ഈ കർത്താവിൻ്റെ ദാസൻ അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ഗ്രഹിച്ചു. 2-3 മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഈ മാതാവിന് ഒരു പ്രത്യേക അനുഭവം എനിക്ക് കിട്ടി. അപ്പോൾ വീണ്ടും വചനത്തെപ്പറ്റി ഞാൻ ധ്യാനിച്ചു, ഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് എനിക്ക് 25-30 വർഷം മുമ്പുള്ള മദ്യപാനം മാറാൻ എനിക്ക് പറ്റി. ഒരു പേടിപ്പെടുത്തൽ, ഒരു മാതാവ് ഇനി ഇങ്ങനെ കഴിച്ചാൽ പോരാ, ഇങ്ങനെ കഴിക്കരുത്. ഞാൻ മദ്യപാനം ഒരു 2 മാസം നിർത്തി. പുതിയ സന്തോഷം, ഒരു സ്നേഹം എനിക്ക് കിട്ടി. പക്ഷേ ഈ സ്വർഗസ്നേഹം ഞങ്ങളുടെ പിതാവെന്ന് എനിക്കറിയാം, ഈ ദൈവസ്നേഹമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തെപ്പറ്റിയുള്ള സ്നേഹത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വേറൊരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടി. ഈ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് കെട്ടി പോകുമ്പോൾ എനിക്കെല്ലാം സംതൃപ്തി, ഒരു പൂർണ്ണത കിട്ടി. എനിക്ക് അത് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം. ഇങ്ങനെ ജീവിച്ചാൽ പോരാം. അപ്പം മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ ഒരു വിടുതലെന്ന് പറയും. ഇപ്പം മദ്യം കഴിക്കണം തോന്നണേ ഇല്ല. അതായത് ഭയങ്കര വെറുപ്പുള്ള സാധനമായി എനിക്ക്, ഒരു അലർജി പോലെ തോന്നുന്നു മദ്യം. പിന്നെ രണ്ടാമത് ഭൗതികമായിട്ട് എനിക്ക് വാഹനമില്ലായിരുന്നു. ഒരു 3 വാഹനം വീട്ടിലുണ്ട്. ഇപ്പം 3 വാഹനം, 2 വർഷമേ ഉള്ളൂ 3 വാഹനം. പിന്നെ മൂന്നാമത് എനിക്ക് കൃഷിയാണ്. ഇപ്പം ഞാൻ ഗൾഫിൽ 10 വർഷം ഉണ്ടായിരുന്നു. മൊത്തം അടിച്ചു പൊളിച്ച് കളഞ്ഞു, ഈ പൈസ എല്ലാം ദൂരത്തടിച്ചു. ഒരു ദൂരത്തൂർത്തൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അതായത് അടിച്ചു പൊളിച്ച് കളിക്കുക, ജീവിക്കുക, ഒരു സന്തോഷമില്ല അമ്മ. പക്ഷേ എനിക്കിപ്പോൾ പൂർണ്ണ സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്. എന്നറിയാമോ, അമ്മേൻ്റെ കൂടെ നടക്കുന്ന ഒരു സഞ്ചാരി മാതാവിന് സത്യം പറഞ്ഞാലുള്ളത്. എനിക്ക് കൃപാസനത്തിൽ വന്നപ്പോൾ ഈ മാതാവിനെ പറ്റി അറിവ് കിട്ടിയത് എന്ത് രസമാണ് ജീവിക്കാൻ. നമ്മൾ വെറുതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്താൽ എല്ലാം ഫ്രീ ആവും. നമ്മൾ കൂടെ നടക്കുമ്പോൾ തോന്നുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉടമ്പടി എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ കൃഷിയെടുത്ത് പോയി കപ്പ, പയറ, വാഴ, പച്ചക്കറി എല്ലാം ഉണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അനുഗ്രഹം, എന്താ 100 മേനിയാണ് വിളവ്. ഒന്നും കിട്ടാത്ത ഒരു മനുഷ്യൻ കപ്പ പറിക്കുമ്പോൾ 10, 20, 30 ചൂടൊക്കെയാണ്. ഈ പയറ് പറിക്കുമ്പോഴല്ലോ നല്ല രസമാണ് പറിക്കാൻ. വാഴക്കാൽ വെട്ടുമ്പം ഈ അമ്മ ഇങ്ങനെ പുറം കിടക്കുക. അതേ ദർശനം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ദൈവസ്നേഹം വളർന്ന് ഒരു നിത്യജീവനെ പറ്റി അറിവ് എനിക്ക് കിട്ടുന്നുണ്ട്.
അപ്പം ഞാൻ ഈശോയോടെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഓടി വരും, അവനൊന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ സാധാരണ ചെറുതായിട്ട് പറയില്ലേ പിള്ളേരെ പോലെ, പപ്പയും മമ്മി എന്ന് പറയും പോലെ. ഈ മാതാവ് അത് എൻ്റെ ദൈവം ഏതറിയോ, ഞാനിപ്പോൾ ഉള്ളിൽ നിന്നാണ് പറയുന്നത്, ഈ സ്നേഹം കൊണ്ട് അങ്ങോട്ട് നിറവേറി വരിക. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അനുഗ്രഹം ഏതറിയോ. നമുക്ക് ഈ ലോകത്തെപ്പറ്റി നമുക്ക് വെറും വേസ്റ്റായിട്ട് തോന്നുക. എനിക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, അങ്ങനെ ചിന്ത ദൈവം ഇങ്ങനെ മാതാവ് ഇങ്ങനെ പുറകെ നടക്കുന്നത്, അവനെ ഹെൽപ്പ് ചെയ്യുക, അവനെ ഹെൽപ്പ് ചെയ്യുക, അവന് സഹായിക്കുക, അവന് സഹായിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഭയങ്കര ഒരു ഉത്തരവാദിത്വം നമുക്ക് തരുക. നിന്നെപ്പോലെ നിന്നെ അയക്കാൻ സ്നേഹിക്കാൻ എനിക്കറിയില്ല, അത് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ എനിക്കറിയാം നമ്മൾ. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വില എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ എനിക്കല്ല അനുഗ്രഹം കിട്ടിയപ്പോൾ അവർക്കും വേണമല്ലോ, അവർക്കില്ലല്ലോ, അവർക്ക് രോഗിയാണ്, അവർക്ക് എന്തെങ്കിലും കൊടുക്കേ. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനോട് പറയും പോലെ, അപ്പ ഞാൻ സ്വർഗത്തിലെ അപ്പ, എനിക്കറിയാം അപ്പനേതാന്ന്. ഈ കാണപ്പെടാത്ത അപ്പനെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാതാവിന് ഉടമ്പടി മാതാവ് എൻ്റെ പോലെ അച്ഛ സമ്മതിക്കട്ടെ. എൻ്റെ അറിയും എനിക്കറിയില്ല, ഇത് ഇവിടെ തന്നെ സ്വർഗം ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് സ്വർഗം ഉണ്ടാക്കാം. എനിക്കറിയില്ല, ഞാൻ ഇത്ര പ്രായമായില്ല, 65 വയസ്സായില്ല, എനിക്ക് ചെറുപ്പം. അപ്പം എന്നറിയാം, ഒരു കുഞ്ഞു പിള്ളേരെ പോലെ ഒരു സ്നേഹം വളരെ. പക്ഷേ ഞാൻ ഇങ്ങനെ ഗ്രഹിക്കും എൻ്റെ ഉള്ളിൽ, എൻ്റെ ദൈവമേ ഞാൻ മരിച്ചാലും എനിക്ക് ജീവിക്കണമേ. ഞാൻ ഈ പറയുന്നുള്ളൂ സത്യം കേട്ടോ, ഉള്ള കാര്യമാണ്. അപ്പോൾ ഈശോനെ നമ്മൾ പറയുമ്പം ഈശോയെ ചൂണ്ടിക്കാണിക്കും, അമ്മ അതേ വഴി കാണിച്ചു തരും. കുട്ടാ അതിലെ പോടാ ഇതിലെ പോടാ. എനിക്കറിയില്ല, ഞാൻ ഈ കുഞ്ഞു പിള്ളേരെ പോലെ സ്വഭാവം. പക്ഷേ നമുക്ക് പാവെല്ലാം ഒഴിച്ച് ഇളച്ച് കിട്ടും. ഇളച്ചടിച്ച് അമ്മയുടെ ഗുണത്തിൽ തന്നെയാണത്. നമ്മൾ നിത്യജീവനത്തിൻ്റെ അറിവില്ലേ, എനിക്കറിയില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ അച്ഛൻ്റെ പ്രശ്നം കേൾക്കുമ്പോൾ ഭയങ്കര രസമാണെന്നറിയാവും. എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഭയങ്കര അങ്ങനെ സമയമില്ലത്. ഞാൻ എൻ്റെ വൈഫിന് ബാക്കി കൊടുക്കാം. മാതാവിനും കോടാനുകോടി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം, ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലമായ ഉപ്പും തേനും എൻ്റെ ഭർത്താവിന് കൊടുക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്തതിൻ്റെ ഫലമായി മദ്യപാനം 25 വർഷക്കാലമായിട്ട് ഞങ്ങളിൽ എൻ്റെ ഭർത്താവിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന പൈശാചിക ബന്ധനമായ മദ്യപാനം എന്ന പിശാചിനെ മാതാവിലൂടെ എടുത്തു മാറ്റിക്കളയുവാൻ സാധിച്ചു. വലിയ കൃപയാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നു, ബൈബിളും വായിച്ച് എല്ലാ രീതിയിലും വിശ്വാസത്തോടും. അതാണ് ഏറ്റവും വലുത്. കുടുംബത്തിലിരുന്ന് പ്രാർത്ഥന, ആ കുടുംബ പ്രാർത്ഥനയിൽ കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, അതാണ് ഏറ്റവും വലുത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്. പിതാവിനോടും മാതാവിനോടും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക. അതിനപ്പുറമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം അത് നമ്മളെ കാണിച്ചു തരും ഉന്നതിയിലേക്ക് എത്തുന്നത്. അതിന് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ ഇത്രത്തോളം ആയത്. ഒരു വണ്ടിക്ക്, ഭർത്താവ് പറഞ്ഞതുപോലെ ഒരു വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു മക്കളെയെങ്കിലും ഈ അമ്മയുടെ ഭവനത്തിലൊന്ന് കൊണ്ടുവരുവാൻ സാധിച്ചാൽ അമ്മേ ഞാൻ നന്ദി പറയാനായിട്ടാണല്ലോ എൻ്റെ അമ്മ എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. ഈ 2 വർഷക്കാലമായി ഉടമ്പടി എടുത്തിട്ട് അതിനിടയിൽ 3 വണ്ടി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വരുമ്പം ഞങ്ങളുടെ കൂടെ അക്രവസരായിട്ട് അല്ലാത്തവരായിട്ടും ഞങ്ങളുടെ കൂടെ 2-3 പേര് ഞങ്ങൾ കൊണ്ടുവരും. ഈ നിമിഷം വരെ ഇനിയും മുന്നോട്ട് അനേകരെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇവിടുത്തെ ഉപ്പും തൈലവും കൊടുത്ത് 2-3 രോഗികൾക്ക് തന്നെ സൗഖ്യം കിട്ടി. അവരും ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് വിഷയം അവതരിപ്പിച്ച് അവർക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ കൂടെ പോരണമെന്ന് വിചാരിച്ചതാണ് മാതാവേ, പക്ഷേ അവർക്ക് സാധിച്ചില്ല. അതിനി അടുത്ത ദിവസത്തെ വരവിന് ഞങ്ങൾ അവരെ കൊണ്ടുവരും. ഇവിടുത്തെ സാക്ഷ്യം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അവർ വൈകിട്ട് യാത്രയാമങ്ങളിലൊക്കെ ഞാൻ ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് വായിച്ച് പ്രാർത്ഥിച്ച് ആ തേനും തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി അറിയാവുന്ന പോലെ അവർ ചൊല്ലിയിട്ട് അത് കഴിച്ചിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒത്തിരി അനുഭവം. 10 വർഷക്കാലമായി വിവാഹം കഴിച്ച് 2ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിന് ഞാൻ പറയും, ഞങ്ങൾ ഈ ഉപ്പും തൈലവും ഞങ്ങൾ കൃഷിയിടങ്ങളിൽ ഞങ്ങൾ ഇടുന്നതിന് പുഴു അരിച്ച് എല്ലാ കൃഷിയും പോകും. 1 രൂപ പോലും ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. ഞങ്ങൾ വേല ചെയ്യും, 1 രൂപ പോലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്താൽ പോയി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നമ്മുടെ ഈ ഉപ്പ് മാതാവിൻ്റെ ഈ ഉപ്പ് കൊണ്ടുവന്ന് ഞങ്ങൾ കൃഷിയിടത്തിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടും. അത് കഴിഞ്ഞ് ഞങ്ങൾ കൃഷി എടുക്കും. 100 മേനി വിളവെന്ന് പറയാം. പയറൊക്കെ പറിക്കുമ്പോൾ നല്ല വിളവ്. അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓഹരി മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കും. നമ്മൾ വിൽക്കാനും സാധിക്കുന്നു. കൂടാതെ അതിൽ നിന്നൊരു ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സഹായിക്കുന്നു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത വേല ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ആൽക്കഹോളിക് അനോണിമൻസിൻ്റെ കൂട്ടായ്മയിൽ 2 വർഷക്കാലമായി ഇവിടെ വന്ന് അന്ന് മുതൽ വളരെ വിശുദ്ധിയോടുകൂടി എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അനേകർ ഞങ്ങളുടെ കൂടെയുണ്ട്. 400 പേരോളം ഞങ്ങളുടെ കൂടെയുണ്ട്. അവർ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ചെയ്യാനും അവരുടെ കൂടെ പ്രവർത്തിക്കാനും വളരെ മനസ്സോടുകൂടി മാതാവ് ഞങ്ങൾക്ക് ശക്തി തരും. അവിടെയും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് അവിടെ
നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് സൗഖ്യം അവർക്ക് കിട്ടുന്നത് അവർക്ക് വളരെ സന്തോഷം തോന്നുന്നു. അമ്മയുടെ ഈ നടയിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തന്നതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്കുള്ളൊരു സാക്ഷി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പ്രഷർ, ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് 200 ചില്ലുവാനും പ്രഷറുണ്ടായിരുന്നു. ഞാൻ തല കറങ്ങി വീണതാണ്. ഞാൻ ഈ അമ്മയുടെ ഉടമ്പടി തൈലം പിന്നെ ഉപ്പും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു, തേനും കഴിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രഷർ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം പോയി ചെക്ക് ചെയ്തപ്പോൾ 3-4 മാസമായുള്ളൂ എനിക്ക് പ്രഷറായിട്ട്. അത് മാറ്റപ്പെട്ടു. അതിൽ നിന്നൊക്കെ എനിക്ക് പിന്നെ കോഴിയിറച്ചി കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ആ തൈലം കഴിച്ചതുകൊണ്ട്, അതായത് ഉപ്പ് തേനും കഴിച്ചതുകൊണ്ട് എനിക്ക് അതിൽ നിന്നൊക്കെയും മോചനം നേടാൻ സാധിച്ചു. പിന്നെ ഒരാത്മീയ ബന്ധം, ഒരാത്മീയ സൗഖ്യം എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷവും ശക്തിയും ബലവും ശരീരത്തിന് അമ്മയുടെ കൂടെ നടക്കാനും ഇതാ വഴി ഇതിലേ പോകുമെന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ട് നടക്കുകയാണ് ഓരോ കാര്യത്തിനും. അരുതാത്തവരുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരം അവിടെ വിലക്കും. ഒരരുതാത്തത് കേൾക്കുമ്പോൾ നമ്മുടെ ചെവി അടച്ചു കളയും. നാവ് നമുക്ക് ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കാൻ സാധിക്കും. ഞാൻ തെറിക്കുത്തരം മുറുപ്പത്തിൽ പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷേ ഇത് വന്നിവിടുത്തെ അനുഭവം അറിഞ്ഞു തുടങ്ങിയ നാൾ മുതൽ എനിക്ക് ഒത്തിരി മാറ്റം എന്നിൽ സംഭവിക്കാൻ സാധിച്ചു. എന്നിൽ നിന്ന് ഉന്നതിയും എൻ്റെ ഭവനത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾക്കും സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലാണ് കൂടുതലും കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവർക്കൊന്നും ഞാനത് കൊടുക്കില്ല. കരഞ്ഞുകൊണ്ട് എന്നോട് കൈ നീട്ടി ചോദിക്കും, ഒരെണ്ണം താ മോളെ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ അവർ ഓടി വന്ന് ഞങ്ങളോട് പത്രം മേടിക്കും. ആരോഗ്യ സൗഖ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹം. അവരത് വായിക്കും. പറയുമ്പോൾ പറയും, ഞാൻ പത്രം കളയരുത്, വായിച്ചിട്ട് നിങ്ങൾ വേറൊരാൾക്ക് കൊടുത്ത് അവരോടും പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ, അവരോടും പ്രാർത്ഥിക്കാൻ പറയണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും. ഓരോ നേറ്റ് പോകുന്ന അതുപോലെ ചെയ്യുമ്പോൾ വളരെ സുഖമാണ്. ഈശോയ്ക്കും മാതാവിനും ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന്. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ റഷ്യയിലാണ് MBBS പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരുമ്പോൾ ഇന്ത്യയിലൊരു രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു FMG എക്സാം പാസ്സാവണം. അത് അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള എക്സാമാണ്. അപ്പോൾ 150 പാസ് മാർക്ക് വേണം. അപ്പോൾ എല്ലാ കൊല്ലവും ഇത് ഒരു ജനുവരി ജൂലൈ മാസത്തിലൊക്കെയാണ് നടക്കാറ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത എക്സാം വരുന്നത് ജനുവരി 2025 അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ ജൂണിൽ പാസ്സായി. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം എടുത്ത് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബറിലാണ് ഞാൻ 3-ാം തീയതി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടും അതിന് മുമ്പുണ്ടായിരുന്ന പഠിത്തം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിനും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ജീവിതത്തിലും പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. കാരണം ഉടമ്പടി ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനയും ധ്യാനവും ബൈബിൾ വായനയും എല്ലാം ആയിട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പതുക്കെ ലാഗായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ പതുക്കെ പഠിത്തത്തിലാണ് കുറച്ചും കൂടെ ശ്രദ്ധ ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ എക്സാം വരുന്നത് ജനുവരി 12-നാണ് എൻ്റെ എക്സാം നടത്തിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങ് പ്രേക്ഷിത പ്രവർത്തനം ഇതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പതുക്കെ പിന്നെ പത്രം കൊടുക്കുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ചമ്മലൊക്കെ ആയിരുന്നു. എങ്ങനെ എത്രയും ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയി കൊടുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ എക്സാമിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എക്സാം എനിക്ക് തൃശ്ശൂർ തന്നെയാണ് സെൻറ്റർ കിട്ടിയിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് അതുവരെ പഠിച്ചതിൽ എൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നതെന്ന് വെച്ചാൽ ദൈവമല്ലേ, അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ, ഇനി മുന്നോട്ടും ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോകും എന്നുള്ള ഒരു തോട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എന്ത് എക്സാം ആണെങ്കിലും എനിക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മെയിൻ എക്സാമുകളിലും അങ്ങനെ ഒന്നിലും ഞാനങ്ങനെ ഒരു ഫെയിൽ എന്നുള്ളൊരു ഇത് എനിക്ക് വന്നിട്ടില്ല. എല്ലാ എക്സാമിലും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ദൈവം സഹായിച്ചു തന്നെയാണ് ഞാനത് പാസ്സായി പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ അങ്ങനെ എനിക്കൊരു ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എക്സാമിൻ്റെ സമയത്തും ആ ഒരു കോൺഫിഡൻസ് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം സീറ്റമ്മയും അവിടെ എക്സാം എഴുതുന്ന സമയത്ത് പോയിട്ട് സീറ്റമ്മയും മൗസ് കമ്പ്യൂട്ടർ MCQ എക്സാമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് വിതറി പ്രാർത്ഥിച്ചിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. 19 സബ്ജക്റ്റുകൾ ഒരുമിച്ച് എഴുതുന്ന ഒറ്റ ദിവസം എഴുതുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അത് കുറച്ചൊക്കെ ടഫായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ടഫായതുകൊണ്ട് തന്നെ കുറച്ച് ഹോപ്പ് കുറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷൻ ഉച്ച തിരിഞ്ഞിട്ടുള്ള എക്സാമിനകത്ത്
ബാക്കിയുള്ള സെക്ഷൻ 300-ലാണ് എക്സാം. അപ്പോൾ ബാക്കി 150 ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എനിക്ക് ഈസി ആയിരുന്നു MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഹോപ്പ് വന്നു, കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായി. എക്സാം കഴിഞ്ഞു, വീട്ടിൽ വന്നെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജയിക്കും, ഇതുവരെ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും മിക്കവാറും ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോൾ ടിക്കറ്റ് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലയിൽ തൊട്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചു. എക്സാം കഴിഞ്ഞിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ ഉടമ്പടിയിലേക്ക് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തല്ലോ എന്നൊക്കെയുള്ള ഒരു ഇതിൽ ഞാൻ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇത്ര പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. 7 ദിവസത്തിനകത്ത് തന്നെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നത് ഞാനൊരു പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റിസൾട്ട് വന്നു എന്നുള്ള കാര്യം അറിയണത്. അപ്പോൾ നോക്കുമ്പോൾ പള്ളി അടച്ചിരുന്നു. അപ്പോൾ ഫ്രണ്ടിലെ ഗ്രോട്ടോയിൽ മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിൽ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ 150 കിട്ടണം പാസ്സാവാൻ 300-ൽ. അപ്പോൾ 146 ആണ് എനിക്ക് മാർക്ക് കിട്ടിയത്. അപ്പോൾ 4 മാർക്കിന് ഞാൻ ഫെയിലായി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് FMG എക്സാം. അത് കഴിഞ്ഞപ്പം എനിക്കൊരു ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഫെയിലിയറിൻ്റെ റിയാലിറ്റി ആദ്യം ഞാൻ ഈ ഗ്രോട്ടോയിൽ മാധവന് മുന്നിൽ വെച്ച് പറഞ്ഞത്, എന്തുകൊണ്ട് എന്നെ തോൽപ്പിച്ചത്, ഇത്ര നാൾ ജയിപ്പിച്ച് വന്നില്ലേ, അങ്ങനെ ഒരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവസം പോകുന്തോറും കൂടെ ഉണ്ടായിരുന്ന കുറേ പിള്ളേരും ആ സമയത്ത് പാസ് പെർസെൻറ്റേജും കൂടുതലായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ പാസ്സായി, കൂടെ പഠിച്ചിരുന്ന പിള്ളേരും കുറേ പേര് പാസ്സായി. അപ്പോൾ അവരുടെ ഫോട്ടോസും സ്റ്റേറ്റസും എല്ലാം കണ്ടു വരുമ്പോഴാണ് ഞാൻ എത്ര വലിയൊരു എക്സാമാണ് ഇവിടെ ഫെയിലായിട്ടുള്ളത്, ഇനി അടുത്ത് എഴുതണമെങ്കിൽ എനിക്ക് 6 മാസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ അപ്പം പോകുന്തോറും എല്ലാം ഭയങ്കര ലാഗായിക്കൊണ്ടിരിക്കുക. അപ്പം അത്രയും വലിയ എക്സാമിൻ്റെ ആ ഫെയിലിയറിൻ്റെ റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയത് പിന്നെ കുറച്ചുള്ള ദിവസങ്ങളിലാണ്. പിന്നെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ അടുത്ത എക്സാം വരുന്നത് ജൂലൈ ഒരു 26th ആയിട്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഡേറ്റ് മനസ്സിലാവുക, പക്ഷേ ജൂലൈയിലാണ് എക്സാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സെൽഫായിട്ട് പുതിയ പ്ലാറ്റ്ഫോം ഒന്നും എടുക്കാണ്ട് സെൽഫായിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ വട്ടത്തിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉടമ്പടിയിൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തു. കറക്റ്റ് ടൈമിന് രാവിലെ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും വൈകിട്ടും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പിന്നെ ബൈബിൾ വായിച്ചു, എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് കുർബാന, ആരാധന, നൊവേന എല്ലാത്തിലും പങ്കെടുത്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. ഈ തവണ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള പോലെയായിരുന്നു. എനിക്ക് ചമ്മലൊക്കെ മാറിപ്പോയി. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് കൂടുതൽ എക്സാം പഠിത്തത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഇവിടെ നമ്മുടെ എക്സാം വരുന്നത് ജൂലൈയിലാണ്. അപ്പോൾ എക്സാം എനിക്ക് എറണാകുളത്താണ് പിന്നെ സെൻറ്റർ കിട്ടിയത്. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെ അവിടെ നിന്നപ്പോഴും പ്രാർത്ഥനയിലും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു. എന്നിട്ട് എക്സാമിന് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആദ്യത്തെ സെക്ഷനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ സെക്ഷൻ ഞാൻ ഇപ്പോൾ മാതാവും കൂടെ ഉണ്ട്, പഠിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടും എന്നുള്ള രീതിയിൽ എക്സാമിന് കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ തവണ എഴുതിയ എക്സാമിനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് വരാത്ത പോലെ തോന്നി. പഠിക്കാത്ത സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന പോലെ തോന്നി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാ ഓപ്ഷനും എല്ലാം ഒരേപോലെ ഇരിക്കുക, 2 ഓപ്ഷനിലൊക്കെ ഡൗട്ട് വരിക, അങ്ങനെയൊക്കെയായിരുന്നു. ലാസ്റ്റ് അതിൻ്റെ കൂടെ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ആകെ ഒരു പെട്ട അവസ്ഥ പോലെയായിരുന്നു. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എക്സാമിന് മുമ്പ് ഉള്ള എക്സാം തുടങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി. അത്രയും എത്ര എണ്ണം ചൊല്ലിയെന്നൊന്നും അറിയില്ല, അത്രയും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെക്ഷനിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ എക്സാമിൻ്റെ പോലെ തന്നെ സെക്കൻഡ് സെക്ഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അപ്പോൾ നമുക്ക് അതിനകത്ത് എങ്ങനെയെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ സെക്കൻഡ് സെക്ഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സെക്കൻഡ് സെക്ഷൻ എനിക്ക് ഫസ്റ്റത്തേനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് എക്സാം ഞാൻ വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുത്തിപ്പോവായിരുന്നു. കാരണം ടൈമും അതിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക, എനിക്ക് ആലോചിക്കാൻ സമയമില്ല, ഒന്നും ചെയ്യാൻ സമയമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുത്തിപ്പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ അത് കഴിഞ്ഞിട്ട് എക്സാം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കുറച്ച് ടൈം എക്സാം കഴിഞ്ഞ് വെയിറ്റിംഗ് പീരീഡ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും മുകളിലൊരു വലിയ വിൻഡോ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് നമുക്ക് ആകാശം ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു രീതിയിലാണ് എൻ്റെ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാധവ് ചിലപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ലാസ്റ്റ് അവിടെ ആകാശം നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഫുൾ വിശ്വാസപ്രമാണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി, എല്ലാവർക്കും ടഫായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും തിരിച്ച് തൃശ്ശൂർക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫോൺ നോക്കുമ്പോൾ
ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കുറേ പിള്ളേരുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കറക്റ്റ് വന്നു. പിന്നെ അവർ പറയുന്ന ക്വസ്റ്റ്യൻസും ഞാൻ കുത്തിയ ക്വസ്റ്റ്യൻസൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആലോചിച്ച് വന്നപ്പോൾ ചിലപ്പോൾ 100 ക്വസ്റ്റ്യൻ പോലും 150 പാസ് മാർക്ക് വേണ്ട സമയത്ത് 100 ക്വസ്റ്റ്യൻ പോലും ഞാൻ കറക്റ്റ് ആക്കിയിട്ടില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാക്കി. പിന്നെ എനിക്കത് ഓപ്പൺ ചെയ്യാൻ, ഗ്രൂപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ യൂട്യൂബിൽ ടീച്ചേഴ്സ് റീകോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമ്പോൾ അതൊക്കെ ഡിസ്കഷൻ കണ്ടിരിക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ തുറന്നു നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു, ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ എനിക്ക് പുതുക്കിയിട്ട് നമ്മുടെ പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഹോപ്പ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴാണ് റിസൾട്ട് വരെ, കഴിഞ്ഞ വട്ടത്തെ പോലെ 7 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പക്ഷേ ആ ടൈമിൽ റിസൾട്ട് വരുന്ന അത്രയും ടൈമിൽ മുമ്പത്തേനെക്കാട്ടും കൂടുതൽ പ്രാർത്ഥനയിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. എന്നും 1-2 തവണ എല്ലാം ചെല്ലി, എല്ലാ ധ്യാനത്തിനകത്തും എല്ലാത്തിനകത്തും പ്രാർത്ഥന ഭയങ്കര കറക്റ്റായിട്ട് ചെല്ലി, എല്ലാം കറക്റ്റ് ഉടമ്പടിയിൽ നിൽക്കുന്ന പോലെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് 17 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 13-നാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ നോക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണ് നോക്കിയത്, മാതാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് നോക്കിയത്. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എൻ്റെയും പാരൻസിൻ്റെയൊക്കെ പ്രാർത്ഥന വെച്ചാൽ 150 എങ്ങനെയെങ്കിലും കിട്ടണം എന്നായിരുന്നു. കാരണം എനിക്കും ഏകദേശം ഉറപ്പായി എനിക്ക് പാസ്സാവില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ പോയത്. പക്ഷെ മാധവൻ്റെ മുന്നിൽ വെച്ച് റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് 155 മാർക്ക് തന്നു. 5 മാർക്ക് എനിക്ക് ഇതിനെക്കാട്ടും എക്സ്ട്രാ തന്നിട്ട് മാധവനെ സഹായിച്ചു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ഞാൻ പറയുന്ന പോലെ ദൈവമല്ലേ കൂടെ നിന്നോളും, മുന്നോട്ട് ഇനിയും കൊണ്ടുപോയിക്കോളും എന്നുള്ളൊരു തോട്ട് മാറ്റിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൃപ കിട്ടാനും ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്നും നന്നായിട്ട് ഇട്ടാൽ മാത്രമേ അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കിട്ടണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലായി, മാതാവ് മനസ്സിലാക്കി തന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ റിസൾട്ട് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റാണ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഡോക്ടറായിട്ട് എനിക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത് അത്രയും വലിയ അച്ചീവ്മെൻറ്റാണ് എനിക്കിപ്പോൾ ജീവിതത്തിൽ നടന്നതെന്നുള്ളൊരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്യൂച്ചറിലും ഇനി ഞാൻ നോക്കാൻ പോകുന്ന പേഷ്യൻസിനും എൻ്റെ അടുത്ത് വരുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡോക്ടേഴ്സ് എല്ലാവർക്കും മാതാവിൻ്റെ ഈശോയുടെയും കൃപ കിട്ടാനൊക്കെ കൃപയും സഹായമൊക്കെ കിട്ടാൻ മാധ്യസ്ഥ അപേക്ഷയുണ്ട്. എൻ്റെ സാക്ഷി ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 13-ന് എനിക്ക് പാസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ ഈ മാസം 13-ന് പോവുകയാണ്. അപ്പോൾ എന്തിനും മാതാവിന് ഈശോയ്ക്കും പാസ്സാക്കി തന്നതിന് 1 കോടിക്കണക്കിന് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എന്നും അച്ഛൻ്റെ ധ്യാനം, പിന്നെ സാക്ഷ്യങ്ങൾ കുറേ കേട്ടിരുന്നു. പിന്നെ ഇവിടുത്തെ കൃപാസനം പേപ്പർ ഞാൻ കുറേ പേർക്ക് വിതരണം ചെയ്തു. പിന്നെ കുറേ അനാഥാലയങ്ങളിലൊക്കെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉടമ്പടി വന്നപ്പം ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ജീവിതത്തിൽ കുറച്ചും കൂടി കറക്റ്റ് ടൈമിനനുസരിച്ച് രാവിലെ അത്രയും നമ്മൾ കറക്റ്റ് പ്രാർത്ഥനയിൽ നിൽക്കണം. പിന്നെ സ്വഭാവത്തിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി പ്രാർത്ഥന, ഞാൻ ഇതുവരെ ആ ഒരു ഇങ്ങനെ ദൈവം നമ്മളെ കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു സിമ്പിൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ചുകൂടി നമ്മൾ പ്രാർത്ഥനയിലേക്ക് എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസും അതിനകത്തേക്ക് എനിക്ക് വരാൻ പറ്റിയത് ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് നന്ദി, അത്ഭുത മാതാവിന് വലിയ നന്ദി. ഇവള് പാസ്സായത് എല്ലാവർക്കും സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. പക്ഷേ ഇവളെ പാസ്സായ ആ ദിവസങ്ങളുടെ കാര്യം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമില്ല, ശരിക്കും നന്നായി പഠിച്ചിട്ടാണ് അവൾ പരീക്ഷയ്ക്ക് പോയത്. പിന്നെ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും കൃപാസന മാതാവിൻ്റെ അടുത്തുള്ള ബന്ധം അവൾക്ക് അത്രമാത്രം സഹായം ഉണ്ടാവുന്നു. ശരിക്കും പറഞ്ഞൊരു തുള്ളിച്ചാടി കോൺഫിഡൻസിൽ തന്നെയാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത്. പരീക്ഷ ഹാളിൽ എഴുതിയപ്പോൾ കാര്യം പറഞ്ഞല്ലോ, ടോട്ടലി ബ്ലാങ്ക് ആവുമായിരുന്നു. ബ്ലാങ്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത തരത്തിൽ മാറുകയാണ്. പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് കൊച്ച് വല്ലാണ്ട് കരഞ്ഞിട്ടൊക്കെയാണ്. പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായി അത് ഒരു 300-ഓളം ക്വസ്റ്റ്യനാണ് ഇവർക്കുള്ളത്. ആ 300 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ശരിക്കും റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ ആ ശക്തി മാറിപ്പോയായിരുന്നു. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ പക്ഷത്തു നിന്നുള്ള, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കഴിവിൻ്റെ ഒരു ഇൻപുട്ട്, അത് 100% നമ്മുടെ പക്ഷത്തു നിന്നൊന്നുമില്ല. ഇനി എന്തെങ്കിലും ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് എന്നെ സഹായിക്കണം എന്നുള്ള ഉറച്ച ഒരു സിറ്റുവേഷനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അപ്പോൾ അത് ആ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു 17 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്. ഞങ്ങളുടെ കുടുംബത്ത് ഞങ്ങളുടെ ആ ദൈവത്തിന് ഞങ്ങൾ
മുറുക്കി പിടിക്കുക തന്നെയായിരുന്നു, ഒരു സെക്കൻഡ് പോലും വിടാതെ. അത്രയും തീവ്രമായിട്ട് ഞാൻ നിങ്ങളോട് ഓർത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ഉറച്ചു പിടിച്ചോ, ഉറപ്പായിട്ടും നിങ്ങളെ വിട്ടുകളയില്ല. ദൈവം നിങ്ങളെ എത്ര നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് നടത്തി തരും. ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഉടമ്പടിയിലനുസരിച്ച് പ്രാർത്ഥിക്കുന്നവൻ, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഉടമ്പടി അനുസരിക്കുന്നവൻ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കും. യാതൊരു സമയം അതാണ് നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി എടുത്തുള്ള പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസം. നമുക്ക് എപ്പോഴും നന്മ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരും, എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഓർമ്മിപ്പിച്ച് തരുന്നൊരു പരിപാടിയാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ ഉറച്ചു നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരത്തി ഒരു പെൺകുട്ടിയോട് അവളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇത് മോള് പാസ്സായി കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്, മോള് പാസ്സാവുന്നത് നിങ്ങൾക്ക് ഉറപ്പാണോ, മാതാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കണേ, നിനക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിക്കൂടെ, നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങി. അപ്പോൾ അത് എനിക്കൊരു പ്രത്യേക ഒരു അറിവായി. അപ്പോൾ സത്യം പറയില്ല, ആ നിമിഷം തൊട്ട് ഞാൻ ഇവൾ ജയിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഈ അനാഥശാലകളിലും വൃദ്ധസാധനങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആ കാര്യങ്ങളും പിന്നെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നോർമലി ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നോക്കി. അത് എനിക്ക് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഇവളൊരു 5 മാർക്ക് ഡിഫറൻസിലാണ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുതൽക്കൂട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ സാഹചര്യങ്ങൾ കൂടി അത് എത്രമാത്രം അതിലേക്ക് ദൈവം കരുതലാക്കി. അപ്പോൾ എല്ലാവരും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിനോട് ചെയ്യാതിരിക്കുക. അത് ഒരു സമയത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ. പിന്നെ ചില ആൾക്കാർ ഞങ്ങളുടെ പുത്തമ്പള്ളിയിലടക്കം ഈ നമ്മുടെ കൃപാസനം പേപ്പർ കൊടുക്കാനൊക്കെ ചില ആൾക്കാർക്ക് താല്പര്യക്കുറവുണ്ട്, അവിടുത്തെ നടത്തിപ്പുകാർക്കൊക്കെ അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അവിടെയും പറയുന്നത് ഇവിടെയും പറയുന്നത്, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറയും, ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ടൊന്ന് കണക്റ്റ് ആയിട്ട് ഒരു ദിവസം ഇവിടുത്തെ ഒരു ജീവിതം ഒന്ന് അനുഭവിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തടയേ എന്ത് വേണം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മോളുടെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ മോളുടെ ഒരു കൂട്ടുകാരിയുണ്ട്, പല്ലവി എന്നാണ് പേര്. അവളും ഈ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തുള്ള കൊച്ചാണ്. അപ്പോൾ അവളുടെ പരീക്ഷ സമയത്തുള്ളൊരു എക്സ്പീരിയൻസ്, അവളിങ്ങനെ ഉപ്പ് വിതറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ എക്സാം മോണിറ്റർ ചെയ്യണ ഭയങ്കര സ്ട്രിക്റ്റാണ്, നിങ്ങൾക്കറിയാമല്ലോ, MBBS എക്സാമാണ്. അപ്പോൾ മോണിറ്റർ ചെയ്യുന്ന ആൾ പറഞ്ഞു, ഉപ്പ് വിതരണം കണ്ടപ്പോൾ ഒരു പൊടി വിതരണം കണ്ടപ്പോൾ കൃപാസനാണല്ലേ, ആയിക്കോട്ടെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവളുടെ കാശ് രൂപം ഉണ്ടായിരുന്നു. ആ കാശ് രൂപം കൈപ്പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തുകൊണ്ട് ഇടാൻ പോയപ്പോൾ ആ ട്രയൽ കിടക്കുന്നത് മുഴുവൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റുകളാണ്. അത് ഒക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ മാതാവിനെ അത് സ്പ്രെഡായി പോകുന്നതിൻ്റെ നമുക്ക് നോക്കി നിൽക്കുന്ന സാക്ഷ്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്രാർത്ഥനകൾ. പക്ഷേ നമുക്കൊരു ഡൗട്ടുണ്ട്, ഇത് നടക്കുമോ? ഒരു ശതമാനമെങ്കിലും ഡൗട്ട് ചെയ്യാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് കിട്ടിക്കഴിയുമ്പോൾ, നമ്മൾ പാസ്സായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം കെട്ടിക്കഴിയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കും ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു പക്ഷേ ഈ അച്ഛന്മാരൊക്കെ അനുഭവിക്കുന്നതായിരിക്കും. നമുക്ക് അത്രയും ദൈവമായിട്ടുള്ളൊരു സ്നേഹം, നമ്മളൊരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു സാധനത്തിനെ പോലെ കാണുന്നവരുടെ അടുത്തും ഒക്കെ നമുക്കിത് പറയാനുള്ളൊരു അവസരം, ഇതൊക്കെ നമുക്ക് ഈ കൃപാസന മാതാവ് തന്നിട്ടുള്ള അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ ഇവിടെ ഒരു പയ്യൻ 3 പ്രാവശ്യമൊക്കെ FMG പരീക്ഷ പാസ്സായി തോറ്റിട്ട് എഴുതി പാസ്സായിട്ട് കരഞ്ഞൊക്കെ അനുഭവം പറഞ്ഞു. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നേടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇപ്പോൾ മോളുടെ ഞാനൊരു പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും കൃപാസന മാതാവിൻ്റെ പേരിൽ ഒരു ചെറിയൊരു ക്ലിനിക്ക്, പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ക്ലിനിക്ക്, ഇങ്ങനത്തെ കുട്ടികളുടെയൊക്കെ പേര് സമാഹരിച്ചിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കൊക്കെ വെക്കാൻ പറ്റിയാൽ എൻ്റെ മോള അതിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ ഏത് തരത്തിലുള്ള അനുഗ്രഹം കിട്ടുന്നോ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, കൃപാസന മാതാവിൻ്റെ പേരിൽ അതൊക്കെ നടപ്പിൽ വരുത്തുക. ഇത് എൻ്റെ ഭാവിയിലത്തെ വലിയൊരു ആഗ്രഹമാണ്. എല്ലാവർക്കും ഞാൻ നീട്ടി പറയുന്നില്ല. നന്ദി. മുറുക്കെ പിടിച്ചോ, ദൈവം ഒരിക്കലും സഹായിക്കാതിരിക്കില്ല. അതാണ് ഞങ്ങളുടെ അനുഭവം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഭവം.